നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ആദ്യഘട്ടം വിധിയെഴുതി. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 70% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ള, നടിയെ ആക്രമിച്ച കേസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. രാവിലെ തന്നെ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, നടി ആക്രമിച്ച കേസിലെ വിധി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ ഇലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസമെന്ന LDF നേതാക്കൾ. ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDFന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട്. ഓരോ രംഗത്തുണ്ടായ മുന്നേറ്റമുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ഗവൺമെന്റിന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ BJP CPIM പ്രവർത്തകർ ഏറ്റുമുട്ടി. CPIM കള്ളവോട്ട് ചെയ്തെന്നാണ് BJP ആരോപണം. എന്നാൽ BJP ആരോപണം ഉന്നയിച്ച 8 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് വ്യക്തമായി. റീപോളിംഗ് ആവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് LDF ആരോപിച്ചു. എറണാകുളം മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ മാതാവിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് BJP ആരോപിച്ചു. തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് പരാതി നൽകി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പക്കുട പഞ്ചായത്തിലെ 10ാം വാർഡിലും വോട്ടെടുപ്പ് മാറ്റി. 24 തിരുവനന്തപുരം. ഇന്ന് വോട്ടെടുപ്പ് നടന്ന 7 ജില്ലകളിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് റിനു ശ്രീധർ ചേരുന്നു തത്സമയം. റിനു, എന്താണ് 7 ജില്ലകളിൽ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എല്ലായിടങ്ങളിലും സമാധാനപരമായിരുന്നോ പോളിംഗ്? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാനത്താകെ തന്നെ ഏറ്റവും ചർച്ച ചെയ്ത ഒരു വാർഡിലാണ്. മുട്ടട വാർഡിലെ ബൂത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം വൈഷ്ണവി, അതുപോലെ തന്നെ വൈഷ്ണവ സുരേഷും അതുപോലെ തന്നെ അംശു വാമദേവനും കടുത്ത പോരാട്ടമായിരുന്നു ഇവിടെ. സംസ്ഥാനത്തെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് കണക്കുകയാണെങ്കിൽ 70% പോളിംഗ് നടന്നു. 70.01% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കിത്. അവസാന കണക്കല്ല, അപ്ഡേറ്റ് ചെയ്തു വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2020 73% വരെ പോളിംഗ് നടന്നു എന്നുള്ളതാണ്. 2015 75. അത് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6:30 ഇലക്ഷൻ കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്ത് സമാധാനപരമായിരുന്നു. വഞ്ചിയൂരിലെ വിഷയങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓരോ ജില്ലകളുടെയും ശതമാന കണക്കുണ്ട് നമ്മുടെ കയ്യിൽ. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത്, 73.26. ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ 70.13%. അതുപോലെ തന്നെ കോട്ടയത്ത് 69.62, ആലപ്പുഴ 72.65, പത്തനംതിട്ട 65.81, കൊല്ലം 69.2%, തിരുവനന്തപുരത്ത് 65.8%. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് ഇപ്പോൾ നമുക്ക് ബൂത്തിൽ കാണാൻ കഴിയും. വോട്ടിംഗ് മെഷീനൊക്കെ തന്നെ അവർ സീൽ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ. ഇപ്പോഴും തിരുവനന്തപുരത്തെ വിവിധ ബൂത്തുകളിൽ വലിയ ക്യൂ കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് ടോക്കൺ കൊടുത്ത് ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ട്. എന്തായാലും എല്ലാ ബൂത്തുകളിലും പോലീസിൻ്റെയും കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറെ സമാധാനപരമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രജിൻ.
യെസ്, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മുട്ടട വാർഡിൽ നിന്നുമാണ് റിനു തത്സമയം ചേർന്നത്. ഇനി നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു. അരുൺ രാജ് അവിടെ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, എന്താണ് കൊല്ലത്തെ സാഹചര്യം? ഇപ്പോൾ അരുൺ ഉള്ളത് ഏത് വാർഡിലാണ്? എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതോടൊപ്പം തന്നെ ഈ 6 മണിക്ക് എല്ലാ വാർഡുകളിലെയും അല്ലെങ്കിൽ എല്ലായിടങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ? പ്രജിൻ, ഒരുവിധം എല്ലാ വാർഡുകളുടെയും എല്ലാ ഡിവിഷനുകളുടെയും അടക്കം വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോഴും ക്യൂ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഗ്രാമപ്രദേശങ്ങളിലാണ്. ജില്ലയിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വോട്ടിംഗ് ശതമാനം 70% മുകളിലേക്ക് പോയി എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ അവകാശവാദമായി ഉന്നയിക്കുന്നത് അവർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കച്ചേരി ഡിവിഷനിലാണ്. ഈ കച്ചേരി ഡിവിഷനിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പത്തനാപുരം CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ളതാണ് ഒരു സംഘർഷാവസ്ഥ നിലവിൽ കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റിടങ്ങളിൽ ശാന്തപരമായ അന്തരീക്ഷമായിരുന്നു. കള്ളവോട്ട് ആരോപണം 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചലഞ്ച് വോട്ട് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാര്യങ്ങളിൽ പിന്നീട് പരിശോധന നടത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഒരു വിവരം ഇപ്പോൾ പ്രസ്താവനയായി വന്നിട്ടുണ്ട്. ജില്ലയിൽ വോട്ടെടുപ്പ് സുഗമവും സമാധാനപരവുമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. 61 പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ 6 മണിക്ക് മുമ്പ് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും എന്നുകൂടി ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷം ഈ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലെയും അവസ്ഥ അത് വൈകുന്നേരമായപ്പോഴത്തേക്കും പൂർണ്ണമായും അവിടെ ഈ വോട്ടർമാർ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഈ കാണുന്നത് ഈ കച്ചേരി ഡിവിഷനിലാണ്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ ഇവിടുന്ന് മടങ്ങുകയും ചെയ്യും. ജില്ലയിൽ പൊതുവെ സമാധാനപരവും അന്തരീക്ഷമായിരുന്നു വോട്ടെടുപ്പിലെല്ലാം കണ്ടത്, പത്തനാപുരത്തെ ഒഴിച്ചാൽ. യെസ്, കൊല്ലത്ത് നിന്നും അരുൺ രാജാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി കോട്ടയത്തേക്ക് പോകുന്നു. ടോബി ജോൺസൺ അവിടെ നിന്ന് തത്സമയം ചേരുന്നു. ടോബി, എന്താണ് കോട്ടയം ജില്ലയിലെ പോളിംഗിന്റെ ഒരു ആവേശം? അത് എത്രത്തോളം ഉണ്ടായിരുന്നു? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോളിംഗ് ശതമാനം? പ്രജിൻ, പോളിംഗ് ശതമാനം അവസാനമായിട്ട് ഉള്ള ഒരു ഫൈനൽ പോളിംഗ് ശതമാനത്തിലേക്ക് വന്നിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോഴും വലിയ ക്യൂ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ഐമനം പഞ്ചായത്തിൽ പോയിരുന്നു. അവിടെ പരിപ്പ് വാർഡിൽ ഈ പോളിംഗ് വലിയ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സിസ്റ്റത്തിന് എന്തോ തകരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 വോട്ടുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസം അതിങ്ങനെ സമയമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്യൂ അവിടെ നമുക്ക് അരമണിക്കൂർ മുമ്പ് കാണാൻ സാധിച്ചു. എന്തായാലും അവിടെയൊക്കെ ഈ ടോക്കൺ കൊടുത്ത് കൂടുതൽ നേരം ആളുകൾക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും സ്ത്രീകളടക്കമുള്ളവർ അവിടെ വലിയ ക്യൂ ആയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, നഗരസഭകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭയിൽ 85% പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് ശതമാനം ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ അനൌദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വൈക്കം മേഖലയിൽ, ആ കടുത്തുരുത്തി വൈക്കം മേഖലയിലൊക്കെ 70% മുകളിലേക്ക് പോളിംഗ് ശതമാനം പോയിട്ടുണ്ട് എന്ന് കൂടി ലഭിക്കുന്നുണ്ട്. മറ്റ് പഞ്ചായത്തുകളിൽ നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഈരാറ്റുപേട്ട മേഖലയും അതുപോലെ തന്നെ വൈക്കം മേഖലയുമാണ് ഈ പോളിംഗ് ശതമാനം കൂടി നിൽക്കുന്നത്. നഗരസഭകളിൽ നോക്കുകയാണെങ്കിൽ കോട്ടയം, ചങ്ങനാശ്ശേരി പോലെയുള്ള നഗരസഭകളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 65% നിലവിൽ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്. അതൊരു 70 വരെ അല്ലെങ്കിൽ 73 വരെയൊക്കെ 75 വരെയൊക്കെ പോയേക്കാമെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും അത്രയും എത്തുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ബാക്കിയാണ്. കാരണം 2020 പോളിംഗ് ശതമാനം 73% അന്ന് കോവിഡിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ 2015 പോവുകയാണെങ്കിൽ 78% കോട്ടയത്തെ പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ ഈ 2018 സമാനമായ രീതിയിലുള്ള പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല നിലവിലെ സാഹചര്യം പോകുന്നത്. മന്ദഗതിയിലുള്ള പോളിംഗ് ആണ്. 60% അടുത്ത ഒരവസ്ഥയായിരുന്നു ഈ 6 മണിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗിക കണക്കുകളിലേക്ക് വരുമ്പോൾ ഒരു 70 അല്ലെങ്കിൽ 75 അതിനടുത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഇനിയും വരാനിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഐമനം പോലെയുള്ള പ്രദേശങ്ങളാണ്, പടിഞ്ഞാറൻ മേഖലയാണ്. അവിടെയൊക്കെ എപ്പോഴും വലിയ ക്യൂ ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന SH മൗണ്ടിലാണ്. SH മൗണ്ടിൽ ചെറിയൊരു തർക്കം ഉണ്ടായത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാലാ നഗരസഭയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ ഒരു കള്ളവോട്ട് ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിനെതിരെ CPM പരാതിയുമായിട്ട് പോയിട്ടുണ്ട്.
അതോടൊപ്പം തന്നെയാണ് കുമരകം പഞ്ചായത്തിലും കുമരകത്തും സമാനമായ രീതിയിലൊരു കള്ളവോട്ട് ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ അതൊരു കള്ളവോട്ടല്ല, അത് മാറി ചെയ്തതാണെന്നുള്ളൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കോട്ടയം ജില്ലയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ശാന്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ പോയിട്ടുള്ളത്. വലിയ പോളിംഗിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രജിൻ, യെസ്, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്തും തിരുവനന്തപുരത്തും പോലെ ഇവിടെ കോട്ടയത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും പലയിടങ്ങളിലും വലിയ ക്യൂ ഉണ്ട് എന്നുള്ളതാണ്. വളരെ മന്ദഗതിയിലാണ് അവിടുത്തെ പലയിടങ്ങളിലും പോളിംഗ് നടന്നത് എന്നാണ് ടോബി അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ആലപ്പുഴയിലേക്കാണ് അശ്വിൻ പാലാഴി അവിടെ നിന്ന് തത്സമം ചേരുന്നു. അശ്വിൻ, എന്താണ് ആലപ്പുഴയിലെ സ്ഥിതി? നിലവിലെ പോളിംഗ് ശതമാനം എന്ത്? പ്രജിൻ, ഏറ്റവും ഒടുവിലെ കണക്ക് പുറത്തു വരുമ്പോൾ 72.85% ഏറ്റവും ഒടുവിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5%-ലധികം കുറവാണ്. കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 77.03% പോളിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ അത് 72.85 കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ആലപ്പുഴയിൽ പൊതുവെ മുൻ വർഷത്തേക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോഴാണ് അത് കുറവ്, കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ 6 മണിക്ക് ശേഷം പലയിടത്തും ഈ വോട്ടിംഗ് കഴിഞ്ഞെങ്കിലും 6 മണിക്ക് ശേഷം സമയം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കായംകുളം, പത്തിയൂർ മേഖലകളിൽ പല സ്കൂളുകളിലും ഇപ്പോഴും പല ബൂത്തുകളിലും ഇപ്പോഴും ആളുകളുടെ നീണ്ട നിര ഇപ്പോഴുമുണ്ട്. MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അവർക്ക് ടോക്കൺ നൽകി വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര നേരം മുന്നോട്ട് പോകുമെന്നറിയില്ല. രാവിലെ മുതൽ തന്നെ ആ ബൂത്തുകളിൽ മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പക്ഷേ മെഷീൻ തകരാറോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ നഗരത്തിലേക്ക് വന്നാൽ മണ്ണഞ്ചേരിയിൽ ഇന്ന് ഒരു നാടകീയ സംഭവം ഉണ്ടായി. അവിടെ മണ്ണഞ്ചേരി വാർഡ് ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര്, BSP സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് 3 മണിയോടുകൂടി BSPയുടെ പരാതി വരുന്നു. ആ പരാതിയെ തുടർന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അവിടെ എത്തി നടത്തിയ പരിശോധനയിലെ പരാതി വസ്തുതയാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് അവിടെ റീപോളിങ്ങിനുള്ള സാഹചര്യമുണ്ട് എന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 11-ാം തീയതി നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അവിടെ റീപോളിംഗ് നടക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. ചിഹ്നമടക്കമുള്ള ഒരു രേഖകളും ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ ബാലറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരാതി. അതടക്കം ചില നാടകീയ രംഗങ്ങൾ കൂടി ആലപ്പുഴയിൽ അരങ്ങേറിയിരുന്നു. എന്തായാലും അവസാനത്തെ കണക്ക് വരുമ്പോൾ 72.85% ആലപ്പുഴ ജില്ലയിലെ ആകെ പോളിംഗ്. റിജിത്ത്. യെസ്, ആലപ്പുഴയിൽ നിന്നും അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. ഷിജോ കുര്യൻ അവിടെ നിന്ന് തത്സമം ചെയ്യുന്നു. ഷിജോ, എന്താണ് പത്തനംതിട്ടയിലെ സാഹചര്യം? എനിക്ക് തോന്നുന്നു നിലവിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 65% പോളിംഗ് ഇതിനോടകം രേഖപ്പെടുത്തിയെന്നാണ്. നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് അവിടെ പോളിംഗ് പെർസെൻറ്റേജ്. പക്ഷേ അന്തിമ കണക്കല്ല. എന്താണ് അങ്ങനെ പോളിംഗ് കുറയാൻ കാരണം എന്നതിലൊക്കെയുള്ള ചിന്തകൾ അത് ഈ വിവിധ പാർട്ടികൾ നടത്തുന്നുണ്ടോ ഇതിനോടകം? പ്രജിൻ, സ്വാഭാവികമായിട്ടും പോളിംഗ് കുറയാനിടയായ സാഹചര്യം രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുക തന്നെ ചെയ്യും. നിലവിൽ എന്തായാലും നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് പ്രകാരം, ഇതുവരെയുള്ള കണക്ക് പ്രകാരം 66.22% പോളിംഗ് ആണ് പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അന്തിമമായിട്ടുള്ള കണക്കല്ല. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 7:30 മണിയോട് കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭ്യമാകുക. നിലവിൽ പത്തനംതിട്ടയിൽ സമാധാനപരമായിരുന്നു പോളിംഗ്. എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് പോലും അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലായിടത്തും കൃത്യം 6 മണിക്ക് തന്നെ ആളുകൾ വന്ന് പോൾ ചെയ്ത് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്ന സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഓരോ സ്കൂളിലും ഈ പോളിംഗ് പ്രക്രിയകളൊക്കെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങുന്നു, മറ്റ് ബൂത്ത് ഏജന്റുമാർ പുറത്തൊക്കെ കാത്തു നിൽക്കുകയാണ്. നിലവിൽ എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ 66.22% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ കഴിഞ്ഞ തവണ അത് ഏതാണ്ട് 69%. 2020-ൽ 69%, 2015-ൽ അത് 70%. ഇത് ക്രമേണ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് കഴിഞ്ഞ തവണ 69 ആയിരുന്നുവെങ്കിൽ ഇത് 68% വരെയെങ്കിൽ പോകാനുള്ളൊരു സാധ്യതയെ നിലവിൽ കാണുന്നുള്ളൂ. നിലവിൽ എന്തായാലും നമുക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 66% മാത്രമാണ് നിലവിലത്തെ പോളിംഗ്. അത് ഏറിയാൽ ഒരുപക്ഷെ 68-ലേക്ക് വരെ പോയേക്കാം. പക്ഷേ ഇതിലെടുത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ജില്ലയിലെ നഗരസഭകളിലെ പോളിംഗ് ആണ്. പത്തനംതിട്ട നഗരസഭയിൽ 4 നഗരസഭകളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ 63% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട നഗരസഭയിൽ 67%. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അടൂരിലും
താരതമ്യേന കുറവല്ലാത്ത അല്ലെങ്കിൽ 60-ന് മുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കുറവ് തിരുവല്ലയിലാണ്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പന്തളം നഗരസഭയിൽ 70% മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. അവിടെയാണ് അത് ആർക്ക് ഭരണത്തിന് അനുകൂലമായിട്ടുള്ള കാറ്റാണ് പന്തളം നഗരസഭയിൽ വീശിയിട്ടുള്ളത് എന്നുള്ളതുകൂടി അറിയേണ്ടതുണ്ട്. കാരണം അവിടെ BJP ആണ് നിലവിൽ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റം കൂട്ടിക്കിഴിക്കലും കണക്കും കൂട്ടിക്കലുമായിട്ട് മുന്നണികൾ ഇതിനകം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു 68% പോകാൻ മാത്രമുള്ള സാധ്യതയാണ് പത്തനംതിട്ട ജില്ലയിലെ പോളിംഗിന്റെ ഒരു കണക്ക്. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഷിജോ പറയുന്നതനുസരിച്ച് 70-ലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അന്തിമ കണക്ക് വന്നിട്ടില്ല എങ്കിലും ഒരു 68% പോളിംഗ് ഉണ്ടാകും മൊത്തത്തിലെന്നാണ് പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഷിജോ കുര്യൻ നൽകിയ റിപ്പോർട്ട്. ഇനിയിപ്പോൾ എന്താണ് ഇടുക്കിയിലെയും എറണാകുളത്തെയും സാഹചര്യം എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ വിധിയെഴുതിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോളിംഗ് പെർസെന്റേജ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. 70.98% പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എറണാകുളത്താണ് 73.96, ഒപ്പം ആലപ്പുഴ 73.32, പിന്നെ 70.33 കോട്ടയം, ഒപ്പം 66.35 പത്തനംതിട്ട, കൊല്ലത്ത് 69.8, തിരുവനന്തപുരം 66.53. ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ. ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ ഇടുക്കി എന്ന് പറഞ്ഞു, അല്ല എറണാകുളത്താണ് 73.96% അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. 6:15 ഒടുവിലത്തെ കണക്ക് പ്രകാരമാണ് ഇങ്ങനെ വിവരം ലഭിക്കുന്നത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എറണാകുളത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം കണ്ട സ്ഥലമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോർപ്പറേഷനിലൊക്കെയുള്ള മത്സരം അതിശക്തമായിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? ഓരോരുത്തരുടെയും വിജയ പ്രതീക്ഷകൾ അത് കണക്കുകൂട്ടി തുടങ്ങിയിട്ടുണ്ടോ ബൂത്ത് ലെവൽ ഏജന്റുമാർ അടക്കം? ഒപ്പം എന്താണ് പോളിംഗ് പെർസെന്റേജിലെ ഒടുവിലത്തെ കണക്ക്? പ്രജിൻ, വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ എറണാകുളത്ത് ശക്തമായ പോളിംഗ് ആണ് നടന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 73.48% ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നാണ് എറണാകുളത്തെ സംബന്ധിച്ച് ജില്ലയിലെ ആകെ കണക്കുകൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായ കണക്ക്. പക്ഷേ ഇത് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ പോളിംഗ് ശതമാനം അത് കൂടാൻ തന്നെയാണ് സാധ്യത. അന്തിമ കണക്ക് വരുമ്പോൾ അത് 75 അല്ലെങ്കിൽ 76 എന്ന നിലയിലേക്ക് പോകും. കഴിഞ്ഞ വർഷം അത് 2020 അത് 75% പോളിംഗ് ആണ് രേഖപ്പെടുത്തത്. കഴിഞ്ഞ തവണത്തെ പോലെ ആ നിലയിൽ തന്നെ ആളുകൾ ഇക്കുറിയും വോട്ടെടുപ്പിനോട് പ്രതികരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ജില്ലയിലെ ആകെ സാഹചര്യം പരിശോധിച്ചാൽ കൊച്ചിൻ കോർപ്പറേഷൻ ആണെങ്കിൽ ഏതാണ്ട് 61.45% പോളിംഗ് രേഖപ്പെടുത്തിയതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. മറ്റൊരു കാര്യം, മുനിസിപ്പാലിറ്റി നഗരസഭകൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 79.46% പോളിംഗ് ആണ് മൂവാറ്റുപുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയതാകട്ടെ ആലുവ നഗരസഭയിലാണ്. 70.9% ഇതുവരെയുള്ള കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് വാഴക്കുളത്താണ്. അത് 79.66% രേഖപ്പെടുത്തിയത്. എടപ്പള്ളിയിലാണ് ഏറ്റവും കുറവ് 71.14%. ഇങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കുകളെല്ലാം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വൈകാതെ അന്തിമ കണക്ക് വരുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ മാറ്റമുണ്ടാകും. കോർപ്പറേഷനിലാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ക് പ്രകാരം വോട്ടിംഗ് ശതമാനം അല്പം കുറവാണ്. പക്ഷേ അന്തിമ കണക്ക് വരുമ്പോൾ 62% മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുന്നണികളൊക്കെ വലിയ വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ആളുകൾ ഇക്കുറിയും ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിലായി കിഴക്കമ്പലത്താണ് സംഘർഷമുണ്ടായത്. വാർത്ത റിപ്പോർട്ട് എത്തിയ മാധ്യമപ്രവർത്തകരെ ഒരു സംഘം ആളുകൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ കൃത്യസമയത്ത് പോലീസ് ഇല്ലാതിരുന്നത് സ്ഥിതി വഷളാക്കിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം ആ സ്ഥിതികളൊക്കെ തന്നെ ശാന്തമായിരിക്കുകയാണ്. ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി ഗേൾസ് സ്കൂളിൽ 1-ാം നമ്പർ ബൂത്തിൽ ഇപ്പോഴും നീണ്ട ക്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. ആളുകൾക്കൊക്കെ തന്നെ ടോക്കൺ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗേറ്റ് അടച്ച് ഇനി കൂടുതൽ ആളുകൾക്കും തന്നെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഉള്ള ആളുകളോട് വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി വരികയാണ്. അതോടൊപ്പം തന്നെ മുന്നണികളൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് സൂചിപ്പിച്ചു. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ നിലയിലൊരു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയപ്പോൾ അത് വിമതരെ ഒപ്പം നിർത്തി LDFന് ഭരിക്കാനൊരു സാഹചര്യം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ UDF അനുകൂല അന്തരീക്ഷമാണ് ഉണ്ടായത്. ഇക്കുറി കോർപ്പറേഷനിൽ തങ്ങൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതോടൊപ്പം തന്നെ LDF ആണെങ്കിൽ ഈ ഭരണം തുടരുമെന്നുള്ള സാഹചര്യം അന്തരീക്ഷം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നണികളൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ്. പക്ഷേ എന്തായാലും അന്തിമ വിധി എന്താണെന്ന് നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ അറിയാം. നെഞ്ചെടുപ്പോടെയാണ് മുന്നണികളൊക്കെ തന്നെ ഈ എറണാകുളത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ചില പ്രദേശങ്ങൾ, അതായത് ഇന്നിപ്പോൾ എളമക്കര, പള്ളുരുത്തി എന്നിവിടങ്ങളിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നിട്ടുണ്ട്. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ അതൊക്കെ പരിശോധിച്ച് അതിന്റെ നടപടികൾ സ്വീകരിച്ചു. ആലുവ കുന്നത്താട് പഞ്ചായത്തിലെ പിണർമുണ്ട ഡിവിഷനിലും ഇത്തരത്തിൽ വോട്ടെടുപ്പ് ഏറെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വോട്ടിംഗ് മെഷീനിലെ യന്ത്ര തകരാർ അത് പരിഹരിക്കാൻ സമയമെടുത്തു. അങ്ങനെ 2 മണിക്കൂറോളം അവിടെ വോട്ടെടുപ്പ് വൈകി. പറവൂരിലെ കേസരി കോളേജിൽ VD സതീശനും അതോടൊപ്പം തന്നെ
കളമശ്ശേരിയിൽ സെന്റ് പോൾസ് കോളേജിൽ പി രാജീവ് കൂടാതെ ഹൈബിഡ് എം പി എന്നിവരും വോട്ടിംഗ് രേഖപ്പെടുത്തി. നടൻ ദിലീപ്, സംവിധായകൻ ലാൽ, രഞ്ജി പണിക്കർ തുടങ്ങിയ ആളുകളും ഇന്നത്തെ സിനിമാ മേഖലയിലെ പ്രമുഖരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. അതാണ് ഇപ്പോൾ ജില്ലയിലെ ആകെ സാഹചര്യം. എന്തായാലും 75% മുകളിൽ പോളിംഗ് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് സൂചിപ്പിക്കുന്നത്. അത് ഇരു മുന്നണികൾക്ക് സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എന്താണ് അന്തരീക്ഷം എന്ന് സംബന്ധിച്ചാണെങ്കിൽ അവരെല്ലാം ശുഭപ്രതീക്ഷയിലാണ്. ഈ കോർപ്പറേഷൻ ഭരണം തിരിച്ചുവിട്ടുമെന്ന് UDF-ഉം അതേസമയം തന്നെ ഭരണം നിലനിർത്തുമെന്ന ഒരു പ്രതികരണമാണ് LDF കേന്ദ്രങ്ങളും ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു പ്രതികരണമായി അവർ വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലയിൽ 75% കടക്കും ആകെ പോളിംഗ് എന്നാണ് ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പറയാൻ കഴിയുക. ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിബാൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അരുവിക്കരയിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നു. കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ 2 പേരെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അരുവിക്കര അഴീക്കോട് ബൂത്തിലാണ് ഈ സംഭവം നടന്നത്. കള്ളവോട്ട് ചെയ്തിട്ടില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നു. എന്നാൽ അവർ 2 പേരും മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി ഇടുക്കിയിലേക്ക് പോകുന്നു. രാഹുൽ വിജയൻ അവിടെ നിന്ന് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. രാഹുൽ, എന്താണ് ഇടുക്കിയിലെ സാഹചര്യം? 70% പോളിംഗ് രേഖപ്പെടുത്തി ഇതിനോടകം എന്ന കണക്കുകൾ നേരത്തെ വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ 2020 നോക്കുകയാണെങ്കിൽ അത് ഒരു 74% മുകളിലാണ് ആകെ പോളിംഗ് ഉണ്ടായത്. അപ്പോൾ ആ നിലയിലേക്കൊക്കെ ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാറായോ? പ്രജിൻ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 70% മുകളിൽ 6 മണിക്കത്തെ അനൌദ്യോഗിക കണക്കിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവസാനവട്ട കണക്കുകൾ വരുമ്പോഴേക്കും അത് 74ലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 2020 കണക്കനുസരിച്ച് 74.6% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ആളുകളുടെ ഒരു ഒഴുക്ക് ഇത്തവണയും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അനുഭവപ്പെട്ടിരുന്നു. ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം 6 മണിക്ക് ശേഷം ഏതെങ്കിലും ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ട കാര്യം. നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല. 6 മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന പല ബൂത്തുകളും ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. വലിയ കുഴപ്പമില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, ഈ പോളിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചില സ്ഥലങ്ങളിൽ മാത്രം വണ്ടിപ്പെരിയാർ അതുപോലെ തന്നെ നെടുങ്കണ്ടം പഞ്ചായത്തുകളിൽ 10ഓളം ബാലറ്റുകൾ, വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിന്റെ തകരാറ് പരിഹരിച്ച് വോട്ടിംഗ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. വട്ടവട, കോവിലൂർ ഭാഗത്ത് നേരിയ തോതിൽ ആളുകൾ തമ്മിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായി. അത് ചില ആരോപണ പ്രത്യാരോപണങ്ങൾ അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് ഈ പോളിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്. ഇനി കാണുന്ന പോലെ തന്നെ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായിരുന്നു. ഇങ്ങോട്ടേക്ക് വിതരണം ചെയ്തിട്ടുള്ള പല ബൂത്തുകളിലേക്കും വിതരണം ചെയ്തിട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. അത്തരത്തിലുള്ള നടപടികളാണ് ഇനി പുരോഗമിക്കാനുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. LDF-നും UDF-നും NDA-ക്കും ഒരേപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ LDF-ന് ഒരു മേൽക്കൈയുണ്ട്. ജില്ലാ പഞ്ചായത്തുണ്ട്, 29 പഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 4 എണ്ണവും LDF ആണ് ഭരിക്കുന്നത്. 2020 മുമ്പുള്ള സാഹചര്യം UDF-ന് അനുകൂലമായിരുന്നു. നിലവിൽ LDF ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതായത് നിലവിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മേൽക്കൈ തുടരാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി. UDF ആകട്ടെ അതിന് മുൻപുണ്ടായിരുന്ന ഒരു അപ്രമാദിത്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം. NDA നിലവിൽ അവരുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണ പരിപാടികളും അവർ നടത്തുകയും ചെയ്തു. അത് ഏറെക്കുറെ ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. ഭൂപ്രശ്നമാണ് പ്രധാനമായും ഇടുക്കിയിൽ മലയോരത്ത് പ്രധാനമായും ചർച്ചയായത്. തൊടുപുഴയിലേക്ക് വികസന നേട്ടങ്ങൾ LDF പറയുന്നു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. UDF പല വിധത്തിലുള്ള കാര്യങ്ങൾ ഭൂപ്രശ്നം ഉൾപ്പെടെ ചർച്ചയാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ പ്രചരണം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് 3 മുന്നണികളും പ്രതീക്ഷിച്ചിരിക്കുന്നത്. 7 ജില്ലകളിലെയും ഏറ്റവും പുതിയ കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ ഇപ്പോൾ പങ്കുവച്ചത്. എന്നാലും 70% മുകളിലേക്കാണ് ശരാശരി ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം എന്ന് പറയാം. അതിന് അന്തിമ കണക്കല്ല, അത് വരും മണിക്കൂറുകളിൽ കൃത്യമായി ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തും ഒപ്പം തന്നെ പത്തനംതിട്ടയിലും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ എറണാകുളത്ത് മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ 7% നേരത്തെ തന്നെ കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പ്രമുഖ നേതാക്കളും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരം ജവഹർ നഗറിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി AK ആന്റണി ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്തു. തിരുവനന്തപുരം ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിലായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് വോട്ട്. ഗവർണർ കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തി. I wish all the voters should come, not only here, throughout our state, and they should
have their democratic right exercised in a very nice way. That is the part of and beauty of our democracy. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുടുംബസമേതമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി വോട്ട് ചെയ്യാനെത്തിയത്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം. ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. CPIM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരം സംസ്കൃത കോളേജിലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വട്ടിയൂർക്കാവ് സെന്റ് ജോൺസ് UP സ്കൂളിലും വോട്ട് ചെയ്തു. വിവിധ മന്ത്രിമാരും വോട്ട് രേഖപ്പെടുത്തി. പരുക്കേറ്റ് വിശ്രമത്തിലായിരുന്ന മുതിർന്ന CPIM നേതാവ് G സുധാകരൻ ആലപ്പുഴ പുന്നപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലായിടത്തും ത്രികോണ മത്സരം തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും. കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ കൂടി വാർഷികന് ത്രികോണ മത്സരം നടക്കും. ത്രികോണ മത്സരം നടക്കുന്നതും LDFന് അനുകൂലമായിട്ട് വരും. പറവൂർ നഗരസഭയിലെ കേസരി കോളേജിലെ ബൂത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന് വോട്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഡോക്ടർ ശശി തരൂർ MPക്ക് വോട്ട്. മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളമാവുന്നത്. പാതയുടെ സ്ഥിതിയെ നമ്മൾ കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷനെ മാലിന്യം എല്ലാവരുടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. ആലപ്പുഴ മണ്ണാറശാല ഗവൺമെന്റ് UP സ്കൂളിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്തു. പത്തനംതിട്ട അടൂരിലായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന് വോട്ട്. കോൺഗ്രസ് നേതാവ് K മുരളീധരൻ, മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ തിരുവനന്തപുരം ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തു. ജോസ് കെ മാണി MP പാല അൽഫോൺസ കോളേജിലും PJ ജോസഫ് തൊടുപുഴ പുറപ്പുഴയിലും NK പ്രേമചന്ദ്രൻ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലും വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടൻ മമ്മൂട്ടിക്ക് ഇക്കുറിയും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതാണ് കാരണം. നടിയെ ആക്രമിച്ച കേസിൽ കോടതി ഇന്നലെ വെറുതെ വിട്ട നടൻ ദിലീപ് ആലുവയിൽ വോട്ട് രേഖപ്പെടുത്തി. ഉച്ചയോടെയാണ് ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ ബൂത്തിൽ നടൻ ദിലീപ് വോട്ട് ചെയ്യാനെത്തിയത്. തിരക്കുകൾ മാറ്റിവെച്ച് വോട്ട് ചെയ്യാനെത്താറുള്ള മമ്മൂട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല. താമസം മാറിയതിനാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നിയമസഭയിലും ലോക്സഭയിലും മമ്മൂട്ടി വോട്ട് ചെയ്തിരുന്നു. തൊടുപുഴ നഗരസഭയിലെ കുമ്മൻകലിലായിരുന്നു ആസിഫ് അലിക്ക് വോട്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സുഹൃത്തുക്കളെന്ന നടൻ. അതെ, ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത അതാണ്. എൻ്റെ കൂടെ കളിച്ചു വളർന്നവരാണ് ഇലക്ഷൻ നിൽക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളും എല്ലാവരും വളർന്നെന്നും മെച്ചോർഡായെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണിത്. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും തിരുവനന്തപുരം ജവഹർ നഗറിൽ വോട്ട് ചെയ്തു. എറണാകുളം പടമുകളിലായിരുന്നു നടനും സംവിധായകനുമായ ലാലിന് വോട്ട്. നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ കൊച്ചി കടവന്ത്ര സെന്റ് ജോസഫ് സ്കൂളിൽ വോട്ട് ചെയ്തു. പരമാവധി നേരത്തെ വരുന്നത് സ്വാർത്ഥ താല്പര്യമാണ്. കാരണം അധിക നേരം ക്യൂവിൽ നിൽക്കാതെ അധികം വെയിൽ കൊള്ളാതെ വോട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. നടനും MLAയുമായ M മുകേഷ് കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് SNDP സ്കൂളിൽ വോട്ട് ചെയ്തു. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ വിധിയെഴുതിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം കൊട്ടിക്കലാശിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണത്. മറ്റന്നാളാണ് അവിടെ വോട്ടെടുപ്പ്. വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശക്തി പ്രകടനത്തിലായിരുന്നു മുന്നണികൾ. സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും റോഡ് ഷോയിൽ അണിനിരന്നു. ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിനിടെ മലപ്പുറം പൂക്കോട്ടൂരിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി.
470 ഗ്രാമപഞ്ചായത്തുകളും 47 നഗരസഭകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 കോർപ്പറേഷനുകളും ഉൾപ്പെടെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 39,014 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1.5 കോടിയിലേറെ വോട്ടേഴ്സ് രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചും UDF കൺവീനർ അടൂർ പ്രകാശ്. വോട്ടെടുപ്പ് ദിനത്തിലെ പരാമർശം കോൺഗ്രസിനെ വെട്ടിലാക്കിയതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിഞ്ഞു. എന്നാൽ UDF കൺവീനറുടെ പ്രതികരണം LDF ആയുധമാക്കി. അടൂർ പ്രകാശ് പറഞ്ഞത് UDFന്റെ രാഷ്ട്രീയമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. വോട്ട് ചെയ്ത ശേഷം രാവിലെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് UDF കൺവീനർ അടൂർ പ്രകാശ് MP നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത്. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ ശേഷവും മുന്നണി കൺവീനറിൽ നിന്നുണ്ടായ ദിലീപ് അനുകൂല പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിവസം രാഷ്ട്രീയ വിവാദമായി മാറി. പ്രതികരണം തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം പൊടുന്നനെ തന്നെ അടൂർ പ്രകാശിനെ തള്ളി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, സർക്കാർ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റുണ്ട്. ആ ചാർജ് ഷീറ്റിലെ ഗൂഢാലോചനാ ഭാഗം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് പരാജയം ഉണ്ടായി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്, ഞങ്ങൾ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വീണ്ടും കിട്ടിയ രാഷ്ട്രീയ അവസരം ഉപയോഗപ്പെടുത്തുക ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി മുതലുള്ള ഇടതു നേതാക്കൾ അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വന്നു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തുകയും കാണുന്നത്. അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് വിഴുങ്ങി മലക്കം മറിഞ്ഞു. ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും, നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും. ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, അത് തന്നെ പറഞ്ഞു. അതിന് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും അടൂർ പ്രകാശിനെ പരസ്യമായി തിരുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിലേക്ക് തത്സമയം പോകുന്നു. എ ഷാജഹാൻ ലൈവ്. വെബ്കാസ്റ്റിംഗും വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കുന്നതിനായിട്ട് ജില്ലാ തലത്തിൽ കൺട്രോൾ റൂമുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്ത് കൺട്രോൾ റൂമുണ്ട്. യഥാസമയം കൃത്യമായി ഓരോ പോളിംഗ് സ്റ്റേഷനിലും നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് വീക്ഷിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ആ പോളിംഗ് സ്റ്റേഷനിലെ കാര്യങ്ങൾ കാണുകയും അതനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് ഉള്ള സൗകര്യമാണ് കൺട്രോൾ റൂം വഴി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയുമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അത് മാധ്യമ വാർത്ത വന്ന ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ എന്താണ് സൈബർ സെല്ലിലേക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ തന്നെ അത് പിൻവലിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. കൂടാതെ അത് ഷെയർ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നും അത് മാറ്റിയിട്ടുള്ളതായിട്ടും പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഭരണാധികാരിയും പരിശോധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് തുടർ നടപടികളുണ്ടാകും. പരാതി കിട്ടിയിട്ടില്ല. കൺസേൺ റിട്ടേണിംഗ് ഓഫീസറാണ് അത് പരിശോധിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ ആദ്യ തലത്തിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെ പരിശോധിക്കുകയും കൂടുതൽ നടപടി ആവശ്യമാണ് എങ്കിൽ അത് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. റിട്ടേണിംഗ് ഓഫീസറും കളക്ടറുമാണ്. ഇന്നത്തെ ഈ വോട്ടെടുപ്പ് വളരെ സമാധാനപരമായി നടത്തുന്നതിന് സഹകരിച്ച എല്ലാ ജീവനക്കാരെയും പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് അഭിനന്ദിക്കുകയാണ്. ഇതേ ക്രമീകരണം തന്നെയായിരിക്കും നാളെയും മറ്റന്നാളും ഉണ്ടാകുക.
മറ്റന്നാൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ശനിയാഴ്ച 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 14 ജില്ലാ കളക്ടറേറ്റിലും ആണ് വോട്ടെണ്ണുക. അത് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലാ കളക്ടറേറ്റിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് മാത്രമായിരിക്കും എണ്ണുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വോട്ടുകൾ ബ്ലോക്ക് തലത്തിൽ ക്രമീകരിച്ചിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 152 ബ്ലോക്ക് തല കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. കൂടാതെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അതത് മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷൻ്റെയും വോട്ടുകൾ എണ്ണുന്നതാണ്. രാവിലെ മുതൽ തന്നെ ട്രെൻഡിൽ ഈ റിസൾട്ട് ലഭ്യമാകും. അത് ഉച്ചയോടുകൂടി വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നത്തെ 7 ജില്ലകളിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അറിയിക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. 75% പോളിംഗ് ആകെ പ്രതീക്ഷിക്കുന്നു. അന്തിമ കണക്ക് 8 മണിയോടെ ഉണ്ടാകുമെന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ സൂചിപ്പിച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരി തെക്കുഭാഗം ഹൈസ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു. അവിടെ റീപോളിംഗ് മറ്റന്നാൾ നടക്കുമെന്നാണ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഉള്ളത് വോട്ടെണ്ണലാണ്. അത് 13-ാം തീയതിയാണ്. 244 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണുക. ഒപ്പം 14 ജില്ലാ കളക്ടറേറ്റുകളിലും വോട്ടെണ്ണലുള്ള സൗകര്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ എ ഷാജഹാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വാർത്താസന്ധ്യയിലേക്ക് തിരികെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. വിധിയെഴുതിയത് 7 ജില്ലകളാണ്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. വികസന വിരോധികളായ പ്രതിപക്ഷത്തോട് ചില ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിലാണ് മുഖ്യമന്ത്രി ആ പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസ് നേതാവായ MLAയുടെ പീഡന പരമ്പര പുറത്തു വന്നപ്പോൾ പ്രതിക്കൂട്ടിലായത് CPM എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ലൈഫ് മിഷൻ, ഒപ്പം വിഴിഞ്ഞം തുറമുഖം, തുരങ്കപാത, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ, ഒപ്പം ദേശീയപാത വികസനം, ഇതിലൊക്കെ തന്നെ പ്രതിപക്ഷം എടുത്ത നിലപാടുകൾ അത് വികസനത്തിനെതിരായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന വളരെ വിശദമായ ഒരു വലിയ പോസ്റ്റാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. വലിയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയായത് ഇപ്പോൾ മാറുന്നുമുണ്ട്. ഇനി ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. വൈകിട്ട് 6 മണിവരെ ദർശനം നടത്തിയത് 75,463 പേരാണ്. മണിക്കൂറിൽ 3,460 പേർ 18-ാം പടി ചവിട്ടി. ഇന്നും ഭക്തരുടെ എണ്ണം 1 ലക്ഷം കടക്കാനാണ് സാധ്യത. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇന്നലെ നട അടയ്ക്കുന്നതിന് 15 മിനിറ്റ് കൂടി സമയം ദീർഘിപ്പിച്ചിരുന്നു. തിരക്ക് വർദ്ധിച്ചാൽ ഇന്നും ദർശന സമയം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു. ഇനി എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണൻ ചേരും. നമസ്കാരം.